ജൽജീവന് പഴയന്നൂരിൽ ജീവനില്ല. 2024 ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ എന്ന കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ പഴയന്നൂരിൽ മാത്രം വെളിച്ചം കാണില്ല. പഴയന്നൂർ പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് യാതൊന്നും ചെയ്യാത്തതാണ് ജൽജീവൻ പദ്ധതിക്ക് ജീവനില്ലാതെ പോയത്. കുത്താമ്പുള്ളി ട്രീറ്റ് പ്ലാന്റ് നവീകരണത്തിന്റെ ഭാഗമായാണ് തിരുവില്ലുവമല, കൊണ്ടാഴി, പഴയന്നൂർ പഞ്ചായത്തുകളിൽ ജൽജീവന് തുടക്കം കുറിച്ചത്. കുത്താമ്പുള്ളി പ്ലാന്റ് 4 MLD-യിൽ നിന്ന് 14 MLD സംഭരണശേഷിയിലേക്ക് മാറ്റുക എന്നതായിരുന്നു പ്രധാന ദൗത്യം. പക്ഷേ നാളിതുവരെയായിട്ടും ഒരു പ്രവൃത്തി പോലും തുടങ്ങാനായില്ല. 163 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ പഴയന്നൂരിനെയും ഉൾപ്പെടുത്തുകയായിരുന്നു. 6.74 MLD-യുടേതായിരുന്നു പ്രൊജക്ട്. 81 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ്. കേന്ദ്ര, സംസ്ഥാന, ത്രിതല പഞ്ചായത്തുകളും ഉപഭോക്താക്കളുമാണ് പദ്ധതിക്ക് ആവശ്യമായ തുക ചെലവഴിക്കുക. വാട്ടർ അതോറിറ്റിക്ക് നിർവഹണ ചുമതല മാത്രമേയുള്ളൂ. പഴയന്നൂരിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന് പ്രധാന കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വിഹിതം എടുക്കില്ലെന്ന നിലപാടാണ്. മാത്രമല്ല, പഴയന്നൂർ പഞ്ചായത്ത് പരിധിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു കണക്ഷൻ പോലും ഇല്ല. ഇക്കാരണത്താൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. തനത് ഫണ്ട് വേണ്ടുവോളമുള്ള പഞ്ചായത്തായതിനാൽ ഈ പദ്ധതി സഫലീകരിക്കുന്നതിന് പ്രതിബദ്ധങ്ങളേതുമില്ല. പഴയന്നൂർ പഞ്ചായത്തിനായി ഒരു കുടിവെള്ള പദ്ധതിയുള്ളതിനാൽ വാട്ടർ അതോറിറ്റി കണക്ഷൻ വേണ്ടെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട്. നാമമാത്രമുള്ള കണക്ഷനുകളെ ഇതിനു കീഴിൽ വരുന്നുള്ളൂവെന്നും പ്രത്യേകം ഓർക്കണം. 22 വാർഡുകൾ വരുന്ന വലിയ പഞ്ചായത്താണ് പഴയന്നൂർ. കടും വേനലിൽ ടാങ്കറിൽ കുടിവെള്ളമെത്തിക്കാൻ ലക്ഷങ്ങൾ ചെലവാക്കുന്ന പഞ്ചായത്ത് കൂടിയാണ്. ശുദ്ധജലത്തിന് ജനം എത്ര കഷ്ടപ്പെട്ടാലും ജൽജീവൻ പദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കില്ലെന്ന നിലപാടാണ് ഭരണസമിതി വെച്ചു പുലർത്തുന്നത്. അതേസമയം തിരുവില്ലുവമല, കൊണ്ടാഴി പഞ്ചായത്തുകൾ ജൽജീവനിൽ ബഹുദൂരം മുന്നേറുകയും ചെയ്തു. ഇന്ത്യയിലെ മറ്റേത് പ്രദേശത്ത് ജൽജീവൻ പദ്ധതി വന്നാലും പഴയന്നൂരിൽ വരാത്തതിനു കാരണം ഇതാണ്.